ഹലോ ഓൾ, നമ്മളിതാ +2 എക്സാം റിസൾട്ട് വന്നു. ഒരു തിരുവനന്തപുരം യാത്രയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സൈലത്തിൻ്റെ അഭിമാനമായ താരങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത്. സോ നമുക്ക് നേരത്തെ തന്നെ ടോപ്പേഴ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. എല്ലാവരുടെയും വലിയ സ്വപ്നമാണ് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കകത്ത് അതിഗംഭീരമായ മാർക്ക് വാങ്ങുക എന്ന് പറയുന്നത്. ഞാനിത് 2 കൊച്ചുമിടുക്കൾക്കൊപ്പമാണ്, ദേവനന്ദയ്ക്കും ഗോപയ്ക്കും ഒപ്പം. രണ്ടുപേരും ഇക്കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കകത്ത് എല്ലാവരുടെയും സ്വപ്നമെന്ന് പറയുന്ന സ്വപ്നതുല്യമായ മാർക്കാണ് കരസ്ഥമാക്കിയത്. ദേവനന്ദയ്ക്ക് 1199 മാർക്കും ഗോപയ്ക്ക് 1196 മാർക്കും. അത്രമേൽ ഗംഭീരമായാണ് 2 മക്കളും സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കണ്ടും സ്കൂളിലും കണ്ടും എല്ലാം തന്നെ പഠിച്ചത്. നമുക്കിതാ ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എല്ലാവരും ഈ കാണുന്ന വീഡിയോ കാണുമ്പോൾ എനിക്ക് ഉറപ്പാണ് ആദ്യ ക്വസ്റ്റ്യൻ എല്ലാവരുടെ മനസ്സിൽ വരുന്നത് ഇതായിരിക്കും: എവിടെയാണ് ആ ഒരു മാർക്ക് പോയത്? ഈ കെമിസ്ട്രിക്കാണ്. സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയർ ഫുള്ളായിരുന്നു. സെക്കൻഡ് ഇയർ കെമിസ്ട്രിക്ക് ഒരു മാർക്ക് പോയി. ഓക്കെ, ആ ചോദ്യം എന്തായാലും ഇവിടെയും വരുന്ന എനിക്ക് ഉറപ്പാണ്. എവിടെയാണ് ആ 4 മാർക്ക് പോയത്? ഫിസിക്സിന് 1, കെമിസ്ട്രിക്ക് 1, ഇംഗ്ലീഷിന് 2. ഇംഗ്ലീഷാണ് ഇപ്പോൾ മെയിൻലി വില്ലനായത്. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി ഫിസിക്സും ഫസ്റ്റ് ഇയർ ആണോ മാർക്ക് പോയത്, അതോ സെക്കൻഡ് ഇയർ ആണോ? ഫിസിക്സ് ഫസ്റ്റ് ഇയർ പോയി, കെമിസ്ട്രി സെക്കൻഡ് ഇയർ പോയി. ഓക്കെ, എന്തായാലും എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കും. വീട്ടിലായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ എല്ലാവരും തന്നെ അത്രമേൽ ഹാപ്പി ആയിരിക്കും. ഞങ്ങളും വളരെ ഹാപ്പിയാണ്. കാരണം ഞങ്ങൾ പഠിപ്പിച്ചതിൻ്റെ ഒരു എൻഡ് റിസൾട്ടും കൂടിയാണ് നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നിമിഷം എന്ന് തോന്നുന്നു സന്തോഷത്തിലുപരി അഭിമാന നിമിഷം കൂടിയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു നിമിഷത്തിലൊരു ഫീലിങ്സ് എന്ന് പറയുന്നത്? വളരെ സന്തോഷമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാർക്കാണ്. പിന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ പാരൻസ്, ടീച്ചേഴ്സ്, മോറോവർ സൈലം എല്ലാവരെയും സപ്പോർട്ട്, ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ മെൻറ്റർ സപ്പോർട്ട്. എൻ്റെ മെൻറ്ററിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അഥവാ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വളരെ താങ്ക്സ് അപർണ മെൻറ്റർ. എല്ലാവർക്കും താങ്ക്സ് കൂടെ ഇന്ന്. എനിക്കും ഭയങ്കര സന്തോഷം. പിന്നെ ഇത് എല്ലാവരും പ്രത്യേകിച്ച് സൈലത്തിൻ്റെ ക്ലാസ് നല്ല കോൺസെപ്റ്റ് ബേസിലാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് കാണാതെ പഠിക്കുന്നതിനേക്കാളും കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തന്ന സൈലമാണ്. അപ്പോൾ അവിടെ എല്ലാ ടീച്ചേഴ്സിനും താങ്ക് യു. പിന്നെ സ്കൂളിലായാലും ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പാരൻസ് ആയാലും എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ് നീങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സ് എല്ലാവരും +2 ക്ലാസ്സിനകത്ത് പ്രവേശിക്കാൻ വേണ്ടി പോകുന്നു. എന്താണ് അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്? അഡ്വൈസ്, ഇപ്പോൾ 10th കഴിഞ്ഞ് ചിലപ്പം വീട്ടുകാരെ നിർബന്ധത്തിലായിരിക്കാം സയൻസ് എടുക്കുന്നത്, ചിലർ ആഗ്രഹിച്ചെടുക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ആദ്യം പോകുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വന്ന കാര്യമാണ്, എനിക്ക് ഓണം എക്സാമിന്, ക്രിസ്മസ് എക്സാമിനൊക്കെ നല്ല മാർക്ക് കുറവായിരുന്നു ഫസ്റ്റ് ഇയറിൽ. അപ്പോഴത്തേക്കും ടീച്ചേഴ്സൊക്കെ ചോദിച്ചു എന്താ ഇങ്ങനെ മാർക്ക് കുറഞ്ഞത്. എനിക്കങ്ങനെ ഒന്നും തോന്നില്ല, കാരണം ഞാൻ പഠിച്ചില്ലായിരുന്നു. പക്ഷേ സൈലം ഫുള്ള് ഞാൻ ക്ലാസ് മിസ് ചെയ്യാതെ കണ്ടു. ലാസ്റ്റ് എനിക്ക് 570 +1 കിട്ടി. അത് കഴിഞ്ഞിട്ട് +2-ന് 570 ആണോ 470 ആണോ? 570. 517. ഓക്കെ. എന്നിട്ട് +2-ൽ ആദ്യം തൊട്ടേ സൈലം അഗ്നിയിൽ ചേർന്നു. ക്ലാസ് നന്നായിട്ട് ഫോളോ ചെയ്തു. എന്ന് പറഞ്ഞാൽ നമുക്ക് നൈറ്റാണല്ലോ ലൈവ്, അപ്പോൾ അത് കണ്ടിട്ട് രാവിലെ റിവൈസ് ചെയ്യും. പിന്നെ എക്സാം ഉണ്ട്, എക്സാമിനനുസരിച്ച് പഠിച്ചു പോയി. പിന്നെ എനിക്കായും സൂപ്പർ 60 അതൊക്കെ കൊണ്ട് തന്നെയാണ്. പിന്നെ ജൂനിയേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളെ സൈലത്തിൽ വിശ്വസിച്ചാൽ ഉറപ്പായിട്ടും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ ദൈവം തരാനുള്ളത് തരും. പിന്നെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട്, ഏത് സമയത്തും ഡൗട്ടൊക്കെ ചോദിച്ചാൽ ഞാൻ ഷാഹിദ് സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഷാഹിദ് സാറിൻ്റെ വോയിസ് മെസ്സേജ് എനിക്ക് മെൻറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഹെൽപ്ഫുള്ളാണ്. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടും. എനിക്കങ്ങനെ 10th നമ്മൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നല്ല സിലബസൊക്കെ നല്ല വ്യത്യാസമുണ്ട്. NCERT കുറച്ചൊരു ലെവൽ മേളിലാണ് സ്റ്റേറ്റ് സിലബസ് പഠിച്ചവർക്ക്, അങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ ബയോമാത്സാണ് കോമ്പിനേഷൻ എടുക്കുന്നതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് 4 നമ്മൾ നല്ലോണം വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ. 4 സബ്ജക്റ്റിനും നമ്മൾ അത്രയ്ക്ക് സമയം വിട്ട് പഠിക്കേണ്ടി വരും. ലാംഗ്വേജിനും അങ്ങനെ തന്നെയാണ്. പക്ഷേ ലാംഗ്വേജ് നമുക്ക് ഒരുവിധം എഴുതാൻ ഉണ്ട്. പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി
മാത്സ് ആയാലും ബയോളജി 4 സബ്ജക്റ്റ് നമ്മൾ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരും. പക്ഷേ സമയം മാനേജ് ചെയ്ത് പഠിച്ചാൽ എല്ലാവർക്കും പഠിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ആരെയും നിർബന്ധത്തിൽ സയൻസ് എടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ള, പ്രത്യേകിച്ച് ജൂനിയേഴ്സിൻ്റെ കൂടെ. നിങ്ങൾക്ക് ഒരു ലക്ഷ്യം കാണുമല്ലോ, ആരാവണമെന്ന് ആഗ്രഹം കാണും. സോ അതിന് സയൻസാണ് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ സയൻസ് എടുക്കാവൂ. അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും സയൻസ്. ഓക്കെ, നിങ്ങളെന്തായാലും ഇത്ര ഗംഭീരമായ മാർക്ക് വാങ്ങി നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊരു സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും. നോ ഡൗട്ട്. കാരണം നമ്മൾ ചിട്ടോട് പഠിക്കാതെ ഒരിക്കലും നമുക്ക് ഗംഭീരമായ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കില്ല, സംശയം പറയാൻ വേണ്ടി സാധിക്കും നമുക്ക്. അപ്പോൾ നിങ്ങൾ ഏത് ടൈം ടേബിളാണ്, നിങ്ങളുടെ ടൈം ടേബിൾ എന്താണ്? അതെല്ലാവരും കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യം തന്നെയായിരിക്കും. കാരണം ഒരുപാട് പേര് ടോപ്പേഴ്സിന് ടൈം ടേബിൾ അറിഞ്ഞിട്ട് അവർക്ക് അതിനോട് അനുയോജ്യമായ ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാറ് പലപ്പോഴും. അപ്പോൾ നിങ്ങൾ ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു? എന്ത് ടൈം ടേബിളാണ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പോൾ പലർക്കും പല ടൈം ടേബിളായിരിക്കും ഫോളോ ചെയ്ത് പോകാൻ പറ്റണം. അപ്പം എനിക്ക് ഇത്ര സമയം തന്നെ പഠിക്കണം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പഠിക്കുന്ന സമയം ഞാൻ നന്നായിട്ട് പഠിച്ചു. അപ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു? ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നിട്ട് പിന്നെ സ്കൂളിൽ നിന്ന് വന്ന് കുറച്ച് ഫ്രഷ് ആയിട്ട് ഒരു 6 മണി തൊട്ടൊക്കെ പഠിക്കും. അത് കഴിഞ്ഞ് പിന്നെ ലൈവ് ക്ലാസ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഏതുവരെ പഠിച്ച് തീരുന്നോ അതുവരെ ഇരിക്കും. എന്നിട്ട് രാവിലെ എണീച്ച് റിവൈസ് ചെയ്യും. അങ്ങനെയായിരുന്നു. പിന്നെ പെൻഡിങ് ഒന്നും ഇടൂല. ക്ലാസ് കണ്ട് പോകണനുസരിച്ച് തന്നെ പഠിക്കുമായിരുന്നു. എനിക്കും അത് തന്നെ പറയാം. ഓരോരുത്തർക്കും ഓരോ ടൈം ടേബിൾ ആയിരിക്കും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. എനിക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റൊന്നും പഠിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര മടിയാണോ എന്താണെന്ന് എനിക്കറിയില്ല ആയിരിക്കും. പക്ഷേ ഞാൻ രാത്രിയാണ് കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും പറയുന്നതായിട്ട് രാവിലെ എണീറ്റ് പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ട. നിങ്ങൾക്ക് രാത്രിയാണ് പഠിക്കാൻ ഇഷ്ടം തോന്നുന്നത്, പഠിക്കാൻ കൂടുതൽ പറ്റുന്ന രാത്രിയാണെങ്കിൽ രാത്രി പഠിച്ചാൽ മതി. ഞാൻ അങ്ങനെ ഫിക്സ്ഡ് ടൈമൊന്നും വെച്ചിട്ടല്ല പഠിക്കുന്നത്. ഇപ്പം സ്കൂളിൽ പോയിട്ട് വന്ന് ഒരു 7 മണിക്കൊക്കെ പഠിക്കാതിരുന്നാൽ ഞാൻ ഇപ്പം അന്നൊരു ദിവസം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആലോചിക്കും ഈ ഒരു ടോപ്പിക്ക് പഠിക്കണം എന്ന്. അപ്പോൾ ആ ടോപ്പിക്ക് പഠിച്ചിട്ട് കിടന്നുറങ്ങും. ഞാൻ പിന്നെ എക്സാം സമയത്ത് കൂടുതൽ പഠിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും ഇങ്ങനെ ഭയങ്കര റെഗുലറായിട്ട് പഠിക്കുന്ന ആളല്ല. എന്നാലും എല്ലാ ദിവസവും നമ്മൾ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. അപ്പം നമ്മൾ മറക്കില്ല, നമ്മളെ മൈൻഡിൽ കാണും. അപ്പോൾ എക്സാം സമയത്ത് റിവൈസ് ചെയ്താൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കേണ്ടി വരും. ഓക്കെ, യെസ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എല്ലാവരും ജൂനിയേഴ്സ് എടുത്ത് പറയും സയൻസ് എടുക്കാൻ പാടില്ല, സയൻസ് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. എല്ലാവരും പറയും സയൻസ് എടുക്കാനായിട്ട്, പക്ഷേ ഭയങ്കര ഇഷ്യൂ ആണ്, പഠിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എല്ലാം തന്നെ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അത് സത്യമാണോ എന്നാണ് എനിക്കിനോട് ചോദിക്കാനുള്ളത്. സത്യമാണത്? സത്യമാണോന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തർ പഠിക്കുന്ന പോലെ ഇരിക്കും. കാരണം സെക്കൻഡ് ഇയർ വരുമ്പം ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ ഇതുവരെ കണ്ടിട്ടില്ല. 10 വരെ +1 ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ഉറപ്പായിട്ട് പുതിയതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആലോചിക്കേണ്ടത് നമ്മളെപ്പോലെ തന്നെയാണ് +2 പഠിക്കുന്ന വേറെ കുട്ടികൾ അത് പഠിക്കുന്നത്. അവരത് ആദ്യമായിട്ടായിരിക്കും കാണുക. അപ്പം നമ്മളത് ആദ്യം തൊട്ടേ എങ്ങനെ പഠിക്കുന്നു എന്നതിലിരിക്കും. ഞാൻ മാത്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ സാധാ പോലെ 10th പഠിച്ച എന്തായാലും അതുപോലെയല്ല, എന്നാലും കുറച്ച് കഷ്ടപ്പെടണം. പക്ഷേ ആരെയും നിർബന്ധത്തിന് സയൻസ് എടുക്കരുതെന്ന് ഞാൻ പറയും. കാരണം ചിലർക്ക് കാണാതെ പഠിച്ച് അങ്ങനെ, അപ്പോൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ ആയിരിക്കും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബയോളജി കുഴപ്പമില്ല, ലാംഗ്വേജസ് നമ്മളെ കാലിബർ പോലെ. ബാക്കിയെല്ലാം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല സയൻസ് ഡിഫിക്കൽട്ടായിട്ട്. കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആദ്യം കണ്ടുപിടിക്കണം. മേ ബി ചിലപ്പോൾ നമ്മൾ സ്കൂളിലെ നോട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ശൈലത്തിൽ നിന്ന് മെറ്റീരിയൽ തന്നിട്ട് ഞാൻ അത് വെച്ചാണ് പഠിച്ചത്, ചിലപ്പോൾ അതായിരിക്കാം. ആദ്യം ഒരു മെറ്റീരിയൽ കണ്ടുപിടിക്കണം. അതിന് മുന്നേ തന്നെ മനസ്സിലാകുന്നൊരു ക്ലാസ് കണ്ടുപിടിക്കണം. അപ്പം അത് രണ്ടും മസ്റ്റായിട്ട് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് പെട്ടുപോകും. അപ്പോൾ സയൻസ് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഡിഫിക്കൽട്ടായിട്ട്. അപ്പോൾ ആലോചിച്ചിട്ടൊക്കെ എടുക്കണം. നല്ല ക്ലാസ്സും നല്ല മെറ്റീരിയൽ ഉണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് അടയ്ക്കാൻ പറ്റും. ഓക്കെ, എന്താ പറയാനുള്ളത്? എനിക്ക് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ല ബുദ്ധിമുട്ട്, നമ്മൾ പഠിക്കുന്ന പോലെ ഇരിക്കും. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും സയൻസിൽ പോകാൻ കാരണം ഇപ്പോൾ 10th ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിരിക്കും നമുക്ക് ബാക്കി സബ്ജക്റ്റ്. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് ഒക്കെ ഒരുപാട് പഠിക്കുന്നുണ്ട് 10th. അതുകൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിരിക്കും കുറച്ച് ഈസി. അത് കണ്ടിട്ടാണ് എല്ലാവരും +2 സയൻസ് കുറച്ച് ഇൻട്രസ്റ്റ് വരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ പാടായിട്ട് തോന്നുന്ന കണ്ടൻറ്റ് ഒരുപാടുണ്ട്. ഒരു സബ്ജക്റ്റ് തന്നെ 4 ടെക്സ്റ്റൊക്കെ നമ്മൾ പഠിച്ചിറങ്ങി 2 വർഷം കൊണ്ട്. അപ്പോൾ അത് ഒരുപാട് കണ്ടൻറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് ബോർഡ് എക്സാമിന് അത്രയും ആവശ്യമില്ല ശരിക്കും. അത് റേഷണലൈസ് ചെയ്ത് കുറച്ച് ചെറിയ മെയിൻ കോൺസെപ്റ്റ് മാത്രം നമ്മൾ മനസ്സിലാക്കി എടുത്താൽ മതി. എല്ലാവരും ഈ ഒരു ടെക്സ്റ്റ് ഇത്രയും ടോപ്പിക് ഉണ്ടെന്ന് വെച്ചിട്ട് പഠിക്കാതിരിക്കുന്നതാണ്. പക്ഷെ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു ടോപ്പിക് എടുത്താൽ തന്നെ അതിൽ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ പഠിച്ചാൽ മതിയായിരിക്കും. സോ അത് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പം. ഞാനിതാ ഒരു ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്.
എന്തായാലും എല്ലാവരും കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും തന്നെയായിരിക്കും. നിങ്ങളെല്ലാം ടോപ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? ഭാവിയിൽ നിങ്ങൾ ഏത് പ്രൊഫഷനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇനി ഭാവി ചെയ്യാൻ പ്ലാനിങ്? എനിക്കൊരു ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇനി റിപ്പീറ്റ് ചെയ്യാനാണ് ആലോചിക്കുന്നത്. ഓക്കെ. എനിക്ക് നീറ്റ് എഴുതാൻ തന്നെയാണ് താല്പര്യം. മിക്കവാറും ഒരു വർഷം റിപ്പീറ്റ് ചെയ്യും. ഓക്കെ. പക്ഷെ രണ്ടുപേരെന്തായാലും നീറ്റ് എഴുതി നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്ന മെഡിക്കൽ ഫീൽഡിൽ തന്നെ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. സോ ഗൈസ്, ഇങ്ങനെയാണ് ഇവർ കഴിഞ്ഞ 2 കൊല്ലം പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണും എത്തരത്തിൽ വേണം പഠിക്കാനായിട്ട്. സോ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സുകൾക്കും നോട്ടുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി ടൈം ടേബിളിനും എല്ലാം തന്നെ അത്രമേൽ പ്രാധാന്യമുണ്ട്. സോ എന്തായാലും എല്ലാവർക്കും ഈ കൂട്ടുന്ന എല്ലാവർക്കും തന്നെ അതിഗംഭീരമായ മാർക്കാണ്. നോ ഡൗട്ട് ഒരു 98% പ്ലസ് മാർക്കാണ് ഇതിനകത്തുള്ള ഏകദേശം എല്ലാവർക്കും തന്നെ വന്നിരിക്കുന്നത്. അതൊരിക്കലും ഒരു ചെറിയ മാർക്കല്ല. +2 സംബന്ധിച്ച് പറയുമ്പോൾ +1 +2 ഒരു ആകത്തുക എന്ന് പറഞ്ഞ മാർക്ക് ഇത്രമേ വലുതാവുന്നത് വളരെ അപൂർവം തന്നെയാണ്. ഒരു ഒറ്റ സ്കൂളിൽ നിന്നാണ് ഇത്ര വന്നിരിക്കുന്നത്. അപ്പോൾ ഈ +2 ക്ലാസ്സിന് നമുക്ക് ഒരുപാട് എക്സ്ട്രാ കയറി വരുന്നുണ്ടല്ലോ. പ്രാക്ടിക്കൽസ് കയറി വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ റെക്കോർഡ് കയറി വരുന്നുണ്ട്, അതിനുപരി കോണ്ടൻസ് ഒരുപാട് കൂടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മാത്സ് കമ്പയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് എന്തായാലും +2 ക്ലാസ് ആണ് ആസ് ടു കമ്പയർ ടു +1. ഓക്കെ. അപ്പോൾ അതൊക്കെ തന്നെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നത് നമുക്ക്? മെന്റർ സപ്പോർട്ട്. എൻ്റെ മെൻറ്റർ അപർണ മെൻറ്ററായിരുന്നു. അപ്പം ഏത് സമയത്ത് വിളിച്ചാലും മെൻറ്റർ ഫോൺ എടുക്കും, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യും. പിന്നെ എക്സാമിൻ്റെ മാർക്കൊക്കെ അനലൈസ് ചെയ്തിട്ട് വിളിക്കും, മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഇങ്ങനെ പഠിച്ച് പോയി. പിന്നെ മോഡൽ എക്സാമിനൊക്കെ എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു, പക്ഷേ സൂപ്പർ 60 എനിക്ക്. പിന്നെ ലൈവ് റെക്കോർഡറായി കിടപ്പുണ്ടല്ലോ, അപ്പോൾ ഡൗട്ടുള്ളതൊക്കെ ഉണ്ട്. സൂപ്പർ 60 അടിപൊളിയായിരുന്നു. അത് നോക്കിയാണ് മെയിനായിട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തത്. അപ്പോൾ സൂപ്പർ 60 മാത്രം മതി, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ലൈവ് കാണണോ? അങ്ങനെയല്ല, കുറച്ച് ബേസ് ഉണ്ടെങ്കിൽ സൂപ്പർ 60 ഉണ്ട്. ഈസി കുറച്ചുകൂടെ മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും. സമയം എത്ര താമസിച്ചാലും നമുക്കിങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഇത് വരും. ടീച്ചേഴ്സിന്റെ എനർജി ലെവലൊക്കെ സമയം അതിലെ പിടിച്ചിരുത്തുന്നത് നിങ്ങളുടെ ആ ഒരു എനർജി തന്നെയാണ്. സോ നമുക്ക് ഒറ്റ സ്കൂളിൽ തന്നെ 98% മേലെ മാർക്ക് വാങ്ങിയ ഒരുപാട് സൈലം വിദ്യാർത്ഥികളാണ് കൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ദേവന്ത 1199 ആൻഡ് മോൾക്ക് 1196 ആൻഡ് എല്ലാവർക്കും തന്നെ 98%. അതൊരിക്കലും ഒരു ചെറിയ സ്കോറല്ല, വളരെ വലിയ സ്കോറാണ്. എല്ലാവർക്കും തന്നെ എല്ലാവരും വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സ്കോറാണ് നിങ്ങൾ എല്ലാവരും തന്നെ വാങ്ങിയിരിക്കുന്നത്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത ഭാവിയിലുള്ള എല്ലാ കോഴ്സുകളും അതിഗംഭീരമാക്കി മാറ്റാൻ എന്താഗ്രഹിച്ചാലും നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആഗ്രഹത്തിൽ സഞ്ചരിക്കാം. നമുക്കെല്ലാം തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്തത് അതേപോലെ തന്നെ വർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.